ആശാപ്രവർത്തകരുടെ വിഷയത്തിൽ രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിച്ച കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ കേന്ദ്രവിഹിതം കേരളത്തിന് നൽകിയിട്ടുണ്ടെന്ന് ജെ.പി. നദ്ദ പറഞ്ഞു. കേരളത്തിന് കുടിശ്ശിക നൽകാനില്ലെന്നും ജെ.പി. നദ്ദയുടെ മറുപടി. വിവരങ്ങളുമായി സിബി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സിബി, രാജ്യസഭയെ ഒന്നടങ്കം തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയാണോ ഇപ്പോൾ കേന്ദ്രമന്ത്രി നൽകിയിരിക്കുന്നത്? ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ മാത്രം ഏകദേശം 100 കോടിയിലധികം രൂപയുടെ കുടിശ്ശിക നമുക്ക് നൽകാനുണ്ടല്ലോ. 2023-24 സാമ്പത്തിക വർഷത്തെ NHM-മായി ബന്ധപ്പെട്ട വലിയ കുടിശ്ശികയും 100 കണക്കിന് കോടികളുടെ കുടിശ്ശികയും നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ? ഈ ഘട്ടത്തിലാണോ വസ്തുതാവിരുദ്ധമായ ഒരു മറുപടി കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്? മനു, തീർച്ചയായും ഇന്നലെയാണ് ഹരിയാനയിൽ നിന്നുള്ള BJP-യുടെ MP രേഖാ ശർമ്മ ഈ ആശാ പ്രവർത്തകർക്കുള്ള സ്കീമിൽ കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് കുടിശ്ശിക നൽകാനുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു പ്രസ്താവന നടത്തിയത്. എന്തായാലും 24 മണിക്കൂർ കഴിയും മുമ്പ് തന്നെ ഇന്നിപ്പോൾ രാവിലെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ സ്വന്തം MP-യുടെ പ്രസ്താവന തന്നെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്രത്തിന് കുടിശ്ശിക നൽകാനില്ല, കേരളത്തിന് എല്ലാ കുടിശ്ശികയും നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനി കേരളം ഈ ഫണ്ട് വിനിയോഗിച്ചതിൻ്റെ ചില കണക്കുകൾ തങ്ങൾക്ക് ലഭിക്കാനുണ്ടെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ജെ.പി. നദ്ദ ഈ രാജ്യസഭയിൽ അറിയിച്ചിരിക്കുന്നത്. CPI MP ആയ പി സന്തോഷ് കുമാർ MP-യുടെ ചോദ്യത്തിനാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഈ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. പ്രധാനമായും ആശാ വർക്കർമാരുടെ ഈ ഒരു പ്രവർത്തനമെല്ലാ നിലയും അതികഠിനമാണ്, അതിന് അഭിനന്ദനാർഹമാണ്. ഈ ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യമെല്ലാ നിലയും ഇപ്പോൾ പരിഗണനയിലാണ്. ആ കാര്യത്തിലെല്ലാം നിലയും ചില യോഗങ്ങൾ ചേർന്നിരുന്നു. പക്ഷേ കേരളത്തിന് 1 രൂപ പോലും നൽകാനില്ല എന്ന കാര്യം ഇന്നിപ്പോൾ ജെ.പി. നദ്ദ സഭയെ അറിയിക്കുകയായിരുന്നു. നമുക്കറിയാം, ഇന്നലെയാണ് BJP-യുടെ MP രേഖാ ശർമ്മ തന്നെ കേരളം ഉൾപ്പെടെ അല്ലെങ്കിൽ എല്ലാ വിവിധ സംസ്ഥാനങ്ങളിൽ കേന്ദ്രം കുടിശ്ശിക നൽകാണ്ടെന്നും ഈ കുടിശ്ശിക നൽകി തീർക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ജെ.പി. നദ്ദ ഇതിന് വിരുദ്ധമായി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിനടക്കം കുടിശ്ശിക നൽകാനില്ല എന്ന് ഇന്ന് ആവർത്തിക്കുകയായിരുന്നു. മനു, ശരി. സിബി ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.